അൺഫെയർ ആണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. നല്ല ഗെയിമായിരുന്നു, സന്തോഷമുണ്ട്. ആരെയും വെറുപ്പിക്കാണ്ട് ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ജിഷാൻ ഇറങ്ങിയത്. ജിഷാനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജൊക്കെ കുറേ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. ഒരു മാസം കറക്റ്റ് 30 ദിവസം അവിടെ നിന്നു. ആ 30 ദിവസം കൊണ്ട് നല്ല പേരോട് കൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ, സന്തോഷം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവ് കൊടുക്കുന്നതായിരിക്കും. ആരെ കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അൺഫെയർ ആണ്, ഡെഫിനറ്റ്ലി അൺഫെയർ ആണ്. ആരും ജിഷാനും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല, എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല. ഞെട്ടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു. PRTMസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. എക്സ്ക്ലൂസീവിൽ സംസാരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ, നോർമൽ സപ്പോർട്ട്. അത് പോരാ. മലയാളികൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട്. അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. ഡെഫിനറ്റ്ലി പെർഫോമൻസ് വൈസ് ഓക്കെ. ഫസ്റ്റ് കയറിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു എന്ന് തോന്നി. വിത്തിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയാൽ എന്താ ചെയ്യേണ്ടത്, അതിന് ക്ഷമ ചോദിക്കണം. സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു. ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു. നല്ലൊരു പേഴ്സണാണ്, നല്ലൊരു ഹ്യൂമനാണ്, കൈൻഡ് ഹാർട്ടഡ് ആണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ്. ഉള്ള എത്രയും ദിവസം നന്നായിട്ട് നിന്ന് ചെയ്തു. ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവിൽ കൊടുക്കുള്ളൂ. അതിൻ്റെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിൻ്റെ അങ്ങറ്റം വരെ പോയിരുന്നു. ഇതിനെക്കുറിച്ചിട്ടൊന്നും ജിഷേൻ അറിയില്ല. ഇത്തരം PR കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്ര വലിയ സ്റ്റഡിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇനിയൊന്നും പറയാനില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി അതൊക്കെ പറയാമല്ലോ. അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യുക ആ സമയത്ത്. പുള്ളി പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക് യു.